പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ ആ കൊച്ചു വീട്ടിൽ വളരെ സന്തോഷത്തോടെ കഴിയുകയാകും. രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുകയാണ്. ശേഷം അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു. രാവിലത്തെ ചായ ഉണ്ടാക്കുന്ന സമയം വിക്രം എഴുന്നേറ്റ് വന്ന് വേദയുടെ പുറകിലിങ്ങനെ വരും. മറഞ്ഞു നിന്ന് പതുങ്ങിയായിരിക്കും വരുന്നത്. എന്നിട്ട് പിന്നെ വേദയെ പെട്ടെന്ന് ഇങ്ങനെ ചേർത്ത് പിടിക്കും. അയ്യോ, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി വിക്രം, എന്തിങ്ങനെ പറയാതെ എഴുന്നേറ്റ് വന്ന് എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? അങ്ങനെ പേടിക്കണോ? ഇത് നിന്റെ വിക്രമല്ലേ വേദേ, എന്തേ നേരത്തെ എഴുന്നേറ്റത്? അല്ല, എൻ്റെ ഭാര്യ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഞാൻ പിന്നെ മിണ്ടാതിരുന്നാൽ ശരിയാകില്ലല്ലോ. ഞാൻ നിന്നെ സഹായിക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി. ശരി, എങ്കിലിതാ ആ ഇരിക്കണ പച്ചക്കറി ഞാൻ കഴുകി വെച്ചതാണ്, അതൊന്ന് അരിഞ്ഞു തന്നാൽ മാത്രം മതിയേ. അങ്ങനെ വിക്രം പച്ചക്കറികൾ അരിയുന്നു. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയാണ് വേദ. അങ്ങനെ നേരം വെളുക്കുമ്പോഴേക്കും വേദയുടെ പണികളൊക്കെ ഇങ്ങനെ തീരുന്നുണ്ട്. ഫുഡൊക്കെ ആക്കി ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വേദയെ വിളിക്കാനായിട്ട് മറിയാമ്മ ചേട്ടത്തി വരുന്നുണ്ട്. എസ്റ്റേറ്റിലെ പണിക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. കാരണം വേദ ഇപ്പോൾ ആ ജോലിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയം വേദ ഒരു നൈറ്റിയും ഷർട്ടും ഇട്ടിട്ടാകും നിൽക്കുന്നത്. വിക്രമാണെങ്കിൽ ആ വേഷത്തിൽ കാണുമ്പോൾ ശരിക്കും ഒന്ന് അമ്പരപ്പോടെ നോക്കിയ ശേഷം പറയും, പുതിയ വേഷം നിനക്ക് ഞാൻ കാരണം ചെയ്യേണ്ടി വന്നു അല്ലേ? ഈ ഡ്രസ്സിനിപ്പോൾ എന്താ കുഴപ്പം? പണിക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സാണ് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഇട്ടതാണ്. ഇവിടെ കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇന്നലെ അതൊക്കെ വാഷ് ചെയ്ത് ഉണക്കിയെടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതൊക്കെ തന്നെ ഇടാം, വേറെ ഡ്രസ്സൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. നിന്നെ ഞാൻ നൈറ്റി ഇട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന് ഞാൻ ഇട്ടിട്ടില്ലല്ലോ വിക്രം, ഇത് ഫസ്റ്റ് ടൈമാണ്. എല്ലാം അനുഭവിച്ചറിയുന്നതും ഒരു രസമല്ലേ? അയ്യോ സമയമായി, ദേ മറിയാമ്മ ചേട്ടത്തി വന്നിട്ട് കുറേ സമയമായി. എങ്കിൽ ഞാൻ പോയിട്ട് വരാം വിക്രം. അനിയൻകുട്ടനെ നോക്കിക്കോണേ. ഫുഡൊക്കെ കറക്റ്റ് ടൈമിന് അനിയൻകുട്ടനും എടുത്ത് കൊടുത്തേക്കണം. വിക്രവും കഴിച്ചേക്കണേ. ഞാനിതാ എനിക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വിക്രവും സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. ശരി, ഞാൻ കഴിച്ചോളാം വേദേ. വേദ അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ വിക്രം വേദയെ വിളിക്കും. അപ്പോൾ എന്താ വിക്രം വിളിച്ചത് എന്ന് ചോദിക്കുന്ന നിമിഷത്തിൽ വേദയുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ഒരു കിസ്സൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേദ ചോദിക്കുകയാണ്, ഇതിനായിരുന്നു ഈ സമയമില്ലാത്ത നേരത്ത്? ഒരു ചെറു പുഞ്ചിരിയുടെ ആയിരിക്കും വേദ ഈ കാര്യം പറയുന്നത് കേട്ടോ. അങ്ങനെ വിക്രത്തോട് യാത്ര പറഞ്ഞ് വേദ ഇറങ്ങുന്നു. വേദ തേയിലത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടായിരിക്കും എത്തുന്നത്. അപ്പോൾ മറിയാമ്മ ചേട്ടത്തിയോട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ജോലി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തേയിലത്തോട്ടത്തിലെ ജോലി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നു. കുറേ സമയം ജോലി ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ സംസാരിക്കുന്നതും കളിച്ച് ചിരിച്ച് ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. വേദ അവിടെ പുതിയൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ വേദ അതിന് തക്കതായിട്ടുള്ള മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. കുറേയൊക്കെ നുണയായിരിക്കും പറയുന്നത്, കാരണം അവിടെ പിടിച്ചു നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് സാധ്യമാകില്ല എന്ന് വേദയ്ക്ക് അറിയാം. അതുകൊണ്ട് ചില നുണകളൊക്കെ ഇങ്ങനെ വേദ പറഞ്ഞ് ഒപ്പിക്കുകയാണ്. അങ്ങനെ അവർ ഉച്ച സമയത്ത് എല്ലാവരും കൂടെ താഴെയിരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കുകയാകും. സംസാരിച്ചും ചിരിച്ചും ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും ജോലി ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം വേദയ്ക്ക് ചെറിയ തലകറക്കം ഇങ്ങനെ തോന്നുന്നുണ്ടാകും. വേദ പക്ഷെ അത് വലിയ കാര്യമൊന്നും ആക്കാതെ തന്നെ വീണ്ടും ജോലി ചെയ്യാനായിട്ട് ഇങ്ങനെ തുടർന്ന് പോകാൻ നോക്കുമ്പോഴേക്കും തല കറങ്ങി അവിടെ വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ളവർ വേദ ഇങ്ങനെ വീണത് കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ ഓടി ചെല്ലുന്നുണ്ട് അടുത്തേക്ക്. എന്നിട്ട് വേദയുടെ വട്ടത്തിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂടുന്നുണ്ട്. മറിയാമ്മ ചേട്ടത്തി ആണെങ്കിൽ വെള്ളം തളിച്ച് മോളെ എഴുന്നേൽക്ക്, എന്ത് പറ്റിയതാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉറക്കെ വിളിച്ചിങ്ങനെ ചോദിക്കുമ്പോൾ വേദ കണ്ണുകളിങ്ങനെ പതുക്കെ തുറക്കും. ശേഷം പതുക്കെ അവിടെ എഴുന്നേറ്റ് അവിടെ ഒരു സ്ഥലത്ത് എല്ലാവരും കൂടെ ഇരുത്തുന്നുണ്ട് വേദയെ. ശേഷം വേദ അവരോടായിട്ട് പറയുകയാണ്, എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഒരു വയ്യായിക പോലെ തോന്നി, തലയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ആ സമയം മറിയാമ്മ ചേട്ടത്തി വേദയോട് പറയുകയാണ്, മോളിനി ഇന്ന് ഒരു ജോലിയും ചെയ്യേണ്ട, ഞാൻ മോളെ വീട്ടിലേക്ക് കൊണ്ടാക്കി തരാം, എന്നിട്ട് ഡോക്ടറെ ഒന്ന് കാണിക്കാം നമുക്ക്. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേട്ടത്തി, ഞാൻ ഓക്കെയാണ് ചേട്ടത്തി.
ആ സമയം അറിയാമ്മ ചേട്ടത്തി പറയുകയാണ്, വേണ്ട മോളെ, ഞാൻ മോളെ തന്നെ വീട്ടിൽ കൊണ്ടാക്കി തന്നെ തരാം, മോള് പറയുന്നൊന്ന് കേൾക്ക്, ഇപ്പം ഇങ്ങനെ തല കറങ്ങി വീണതല്ലേ, അപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ, ഇനിയും ജോലി ചെയ്യുന്നത് റിസ്ക്കാണ്. അങ്ങനെ വേദയെ പിടിച്ച് നടത്തിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയാണ് നിർബന്ധപൂർവ്വം അറിയാമ്മ ചേട്ടത്തി. അതേസമയം വീട്ടിൽ അനിയൻകുട്ടനും വിക്രവും ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാകും. അനിയൻകുട്ടന് വിക്രം ഭക്ഷണം ഇങ്ങനെ വാരി കൊടുക്കുകയാണ്. കഴിക്കുക അനിയൻകുട്ടാ, ആ കാണിച്ചേ, നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേദ വന്ന് എന്നെ വഴക്കു പറയും, അനിയൻകുട്ടനെ നോക്കിയില്ല എന്നും പറഞ്ഞ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് വിക്രം വളരെ സ്നേഹത്തോടെ ഭക്ഷണം ഇങ്ങനെ വാരി കൊടുക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും പുറത്തുനിന്നും ഒരു വിളി കേൾക്കുന്നത്, മോനെ എവിടെ, ഓടി വന്നേ ഇങ്ങോട്ട്. വിക്രം ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവശനിലയിൽ മറിയാമ്മ ചേട്ടത്തിയുടെ കൈസഹായത്തോടെ വാടി തളർന്നു നിൽക്കുന്ന വേദിയായിരിക്കും വിക്രം കാണുന്നത്. വിക്രം ആണെങ്കിൽ ആകെ ടെൻഷനായി അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അയ്യോ, എന്തു പറ്റി വേദേ? അങ്ങനെ വിക്രം ഓടിച്ചെന്ന് വേദയെ പിടിച്ചു അവിടെ കൊണ്ടുവന്ന് ഒരു ബെഞ്ചിൽ ഇരുത്തുകയാണ്, പുറത്തിട്ടിട്ടുണ്ടായിരുന്ന ഒരു ബെഞ്ചിൽ. അതിനുശേഷം മറിയാമ്മ ചേട്ടത്തി പറയുകയാണ് വിക്രത്തോടായിട്ട്, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മയങ്ങി വീണതാണ്. അപ്പോൾ വിക്രം ആണെങ്കിലും വേദയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ഭക്ഷണം കഴിച്ചില്ലായിരുന്നോ വേദേ? ഞാൻ കഴിച്ചതാ വിക്രം, പിന്നെ എന്താ തലയിറങ്ങിയേ? ഞാൻ പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം. പക്ഷേ ഇവിടെ ഇപ്പോൾ എവിടെ പോയാലാണ് ഡോക്ടറെ ഒന്ന് കാണാൻ സാധിക്കുക? നിനക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനും സാധിക്കില്ലല്ലോ. മറിയാമ്മ ചേട്ടത്തി ഒന്ന് ഇവിടെ തന്നെ നിൽക്കണേ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആ സമയം മറിയാമ്മ ചേട്ടത്തി പറയും, അങ്ങ് കവലയ്ക്കടുത്ത് ഒരു ഡോക്ടറുണ്ട്, അവിടെ ചെന്ന് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് നോക്കിക്കോളും. ഇതുപോലെ ഡോക്ടറെ ചെന്ന് കാണാൻ സാധിക്കാത്തവർക്കും അതുപോലെ തന്നെ പ്രായമായവരെയും കിടപ്പ് രോഗികളെയൊക്കെ വീട്ടിൽ ചെന്ന് വന്ന് നോക്കുന്ന ഡോക്ടറാണ്, നല്ല ഡോക്ടറാണ്. അപ്പോൾ ഒന്ന് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഇവിടെ വന്ന് നോക്കിക്കോളും. അപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിക്രത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഡോക്ടറെയും കൊണ്ടായിരിക്കും വിക്രം വരുന്നത്. കൂടെ അവരുടെ സഹായി ഉണ്ടാകും. അങ്ങനെ ഡോക്ടർ വേദയെ പരിശോധിക്കാനായിട്ട് അകത്തേക്ക് ചെല്ലുന്നു. കുറച്ചധികം സമയം തന്നെ വേദയെ പരിശോധിക്കുന്നുണ്ടാകും. അപ്പോൾ വിക്രം ആണെങ്കിൽ പുറത്തിങ്ങനെ ടെൻഷൻ അടിച്ച് ആകെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സഹായി ആണെങ്കിലും വന്ന് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലായിരിക്കും, നല്ല ഡോക്ടറാണ്, പേടിക്കാതിരിക്കും മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടാകും. അങ്ങനെ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഡോക്ടർ പുറത്ത് വരുന്നത് കാണുമ്പോൾ തന്നെ വേഗം വിക്രം ഡോക്ടറുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. ശേഷം ചോദിക്കുകയാണ്, ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടറെ, വേദയ്ക്ക് ഇപ്പോൾ ഹെൽത്ത് ഓക്കെ ആണോ? വേദയ്ക്ക് എന്തു പറ്റിയതാണ്? ആ സമയം ഡോക്ടർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയും വിക്രത്തോട്, പേടിക്കാനൊന്നുമില്ല, വളരെ ഓക്കെയാണ് ഹെൽത്തൊക്കെ, ഷീ ഈസ് പ്രഗ്നൻറ്റ്. അങ്ങനെ അത് കേട്ടതും സന്തോഷം കൊണ്ട് കണ്ണുനീരിങ്ങനെ വരികയാണ് വിക്രത്തിൻ്റെ കണ്ണിലൂടെ. ശേഷം അവിടെ ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കാനുള്ള ക്ഷമ വിക്രത്തിനുണ്ടാവില്ല. ഡോക്ടറെ ഒന്നും തന്നെ സംസാരിക്കാനൊന്നും സമയമില്ലാതെ തന്നെ വിക്രം ഓടി ചെന്ന് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞ് ആ ഒരു കണ്ണുകളോട് തന്നെ അകത്തേക്ക് ഓടി ചെല്ലുന്നു. വേദയുടെ അടുക്കലേക്ക് ഓടിയെത്തി വേദയെ സ്നേഹത്തിൽ പുണർന്ന് ഹഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കരയുകയാണ്. വേദേ, ഞാനൊരു അച്ഛനാകാൻ പോകുകയാടി. അതേ വിക്രം, നമ്മൾ പാരൻസ് ആവാൻ പോവുക. ഒരു കൊച്ചു വിക്രമോ ഒരു കൊച്ചു വേദയോ അധികം വൈകാതെ ഉണ്ടാകും. വേദയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. വേദയുടെ വയറ്റിൽ തൊട്ട് വിക്രം സ്നേഹത്തോടെ ഇങ്ങനെ തലോടുന്നൊക്കെ ഉണ്ടാകും. അങ്ങനെ അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വരാൻ പോവുകയാണ്. വിക്രം പറയുന്നുണ്ട് വേദയോട്, ഇനി നീ ജോലിക്കൊന്നും പോകണ്ട വേദേ, ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ പോയിക്കോളാം. അച്ഛനും അമ്മയ്ക്കും കൂടെ ഈ വാർത്ത അറിഞ്ഞെങ്കിൽ ഒരുപാട് സന്തോഷമായേനെ, അല്ലേ വേദേ? അതെ വിക്രം, അമ്മയുടെ വലിയ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു നമ്മൾ സ്നേഹത്തോടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരുമിച്ച് കഴിയുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അതും കാണാൻ സാധിച്ചില്ല അമ്മയ്ക്ക്. ഈ ഒരു സന്തോഷവും അധികം വൈകാതെ അറിയുമല്ലോ അല്ലേ വിക്രം? എന്തായാലും കുഴപ്പമില്ല, ഇതെല്ലാം കലങ്ങി തെളിഞ്ഞ് ഈ പ്രശ്നമൊക്കെ തീരുമ്പോൾ അമ്മയ്ക്ക് കാണാമല്ലോ നമ്മളെ, അല്ലേ വിക്രം? അതെ വേദേ, അച്ഛനും ഇതറിയുമ്പോൾ ഒരുപാട് സന്തോഷമാകും. എത്രയും പെട്ടെന്ന് എല്ലാം ഓക്കെ ആയാൽ മതിയായിരുന്നു. എനിക്ക് നമ്മുടെ ആ പഴയ വീട്ടിലേക്ക് പോകാൻ വളരെയധികം ആഗ്രഹമുണ്ട്. നമ്മളവിടെ കഴിഞ്ഞത് വളരെയധികം വഴക്കിട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരുന്നല്ലോ. പക്ഷെ നമ്മൾ ഒന്നായതിനു ശേഷം വീട്ടിൽ അച്ഛനോടും അമ്മയോടും ഒപ്പം കഴിഞ്ഞിട്ട് എനിക്ക് വളരെ അത് ആഗ്രഹിക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു വേദേ. എത്രയും പെട്ടെന്നെല്ലാം ശരിയായാൽ മതിയായിരുന്നു, അല്ലേ വേദേ? അപ്പോൾ വേദയാണെങ്കിലും പറയുന്നുണ്ട്, എന്തായാലും ഇത്രത്തോളമൊക്കെ എത്തിയില്ലേ, ഇനി എല്ലാം ശരിയാവും, പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ പോവാനും സാധിക്കട്ടെ.
ഞാനിപ്പോൾ നന്ദിനിയേടത്തിയുടെ ആ കൊച്ചു കൊച്ചു വഴക്കൊക്കെ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നു. അവരെയൊക്കെ കണ്ടിട്ട് എത്ര നാളായില്ലേ വിക്രം. ശ്രീജേടത്തിയൊക്കെ കാണാൻ കൊതിയായിട്ട് വയ്യ. അപ്പോൾ വിക്രം ആണെങ്കിലും പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാനായിട്ട് സാഹചര്യം ഒത്തു വരട്ടെ, എല്ലാം ഒന്ന് ശരിയാവണം, എല്ലാം കലങ്ങി തെളിഞ്ഞ് അങ്ങോട്ട് തന്നെ പോയി നമുക്ക് എല്ലാവരും ഒത്ത് പുതിയൊരു ജീവിതം തന്നെ തുടങ്ങണം. അച്ഛൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ഇനി മുൻപോട്ട് പോകണം. നമുക്ക് നീയും ഞാനും നമ്മുടെ കുഞ്ഞും നമ്മുടെ അമ്മയും അച്ഛനും എല്ലാവരുമായിട്ട് ചേട്ടന്മാരും ഏടത്തിയമ്മമാരൊക്കെ ആയിട്ട് നല്ലൊരു ജീവിതം തന്നെ തുടങ്ങണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം.